ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പം അതിനുള്ള പ്ലാനിങ്ങിലാണ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്യൂൻ അലക്സാൻഡ്ര. അപ്പോൾ രാവിലെ തന്നെ തലേ ദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം ചോറ് വയ്ക്കാനുള്ള കലമാണ് അവിടെ ഇരിക്കുന്നത്. അത് അടുപ്പത്ത് കയറ്റണം. ഇത് ഞങ്ങളുടെ ശുണ്ടാപ്പിയാണ്. ശുണ്ടാപ്പി അവൾക്ക് വിശേഷമുണ്ട്. അവളൊരു അമ്മയാവാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം അവളുടെ മുഖത്ത് കാണാനുണ്ട്. അപ്പോൾ ഒരു അമ്മയാവാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് ശുണ്ടാപ്പി. അപ്പോൾ അവളെ വിളിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര ജാട. അവൾ മൈൻഡേ ചെയ്യുന്നില്ല. ഇനി ഞാൻ വേറൊരാളെ കാണിച്ചു തരാം. നമ്മുടെ ശുട്ടുമണി. ഇവളാണ് ഞങ്ങളുടെ വീട്ടിലെ ശുട്ടുമണി. അപ്പം ഇവളെ കൊണ്ടുവന്നിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എന്നാലും ശുട്ടുമണി എന്ന് വിളിച്ചാൽ വിളിയൊക്കെ കേൾക്കും. പക്ഷെ അവൾ അടുത്ത് വരാൻ കുറച്ച് മടി കാണിക്കുന്നവളാണ്. ഒരു ശുട്ടുമണി അപ്പം ഇന്നത്തെ രാവിലത്തെ കാപ്പിക്കുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. എനിക്ക് ഇവയൊന്നും അത്ര വലിയ ഇഷ്ടമേ അല്ല. എങ്കിൽ പോലും അമ്മയ്ക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യം കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാപ്പിക്ക് ഇതാണ് കേട്ടോ. ഇനി ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കണം. നമ്മുടെ മീൻകറി, തലേദിവസത്തെ മീൻകറി തിളച്ച് റെഡിയായിരിക്കുകയാണ്. ഇനി അതിനെ മാറ്റിയിട്ട് നമുക്ക് ചോറ് വയ്ക്കാനുള്ള കലം അടുപ്പത്ത് കയറ്റി ഇനി ഞാൻ അരി കഴുകിയിടുകയാണ് കേട്ടോ. അരി കഴുകിയിട്ട് അരി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കാപ്പിക്കുള്ള മറ്റേ പുഴുക്കിൻ്റെ സാധനങ്ങളെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്കും അരി തിളക്കി. അപ്പോഴത്തേക്കും അത് ഇറക്കി വെച്ചിട്ട് ഇത് അടുപ്പിലോട്ട് കയറ്റും. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അകത്ത് അടുക്കളയിൽ ഒന്നും സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വെയിലും ചൂടൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സീസണൊക്കെ ആകുമ്പോൾ മിക്കുള്ള വർഷങ്ങളിലും പുറത്ത് അടുപ്പ് വെച്ച് അങ്ങോട്ട് കുക്ക് ചെയ്യുന്നത് പതിവാണ്. അപ്പോൾ ഇപ്പോൾ വീട്ടിലെ പണികളൊക്കെ ഒരുവിധം തീരാത്തത് കൊണ്ട് പുറത്ത് ചെയ്യുന്നതേ ഉള്ളൂ. രാവിലെ ആണെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. നല്ല ഈ വെയിലിൻ്റെ ചൂടും പിന്നെ ഈ അടുപ്പത്തെ ചൂടും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് മനുഷ്യൻ പുകഞ്ഞൊരു പരുവാവും. അപ്പോൾ ഞാൻ അരി ഇടാൻ പോവുകയാണ്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ഞാൻ മറ്റേതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പം ഈ സമയം കൊണ്ട് അമ്മയ്ക്ക് പുറത്ത് കുറച്ച് ജോലികളുണ്ട്. അതായത് കളിയിലൊക്കെ ക്ലീനാക്കണം. പിന്നെ നമ്മുടെ ശുണ്ടാപ്പിനെ അപ്പുറത്തെ പറമ്പിലോട്ടോ പെരയിടത്തോട്ടോ ഒക്കെ കൊണ്ട് കെട്ടാനായിട്ട് പോവുകയാണ്. താഴെ പെരയിടത്ത് കെട്ടാൻ കൊണ്ടുപോവുകയാണ് കേട്ടോ. അമ്മ കൊണ്ടുപോവുകയാണ്. അപ്പം അവിടെ ഈ വെയിലായതുകൊണ്ട് ദൂരോട്ടൊന്നും കൊണ്ട് കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത് എവിടെയെങ്കിലാണെങ്കിൽ നമുക്ക് കാണാമല്ലോ എപ്പോഴും. ഈ വെയിലായതുകൊണ്ട് ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ടൈമിൽ വേറെ ദൂരോട്ടൊക്കെ കൊണ്ട് കെട്ടി നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവർക്ക് അടുത്താകുമ്പോൾ കുറച്ച് വെള്ളം എന്തെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറ്റും. ശുട്ടുമണി വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവൾക്ക് വെയിൽ കൊള്ളുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിലത്തിറങ്ങി കിടക്കും. ഞാൻ കാണുവാണെങ്കിൽ അപ്പോഴും നല്ല വഴക്ക് കൊടുക്കാറുണ്ട്, നല്ല അടിയും കൊടുക്കാറുണ്ട്. അവൾ നോക്കുവാണ്, അവൾ എന്നെ കണ്ടിട്ട് നോക്കുവാണ്. ഞാൻ ചെന്ന് വരട്ടി അകത്ത് കയറ്റുവാണെങ്കിൽ കയറും, ഇല്ലെങ്കിൽ ഇനി ആ വെയിലത്ത് കിടക്കാനുള്ള
പരിപാടിയാണ്. അതിനുള്ള പ്ലാൻ നോക്കുവാണ് അവൾ. ചോറ് എല്ലാം വാങ്ങി വെച്ചിട്ട് ഞാൻ പുഴുക്കിന് കാപ്പിക്കുള്ള ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുഴുക്കിൻ്റെ കലം അടുപ്പത്ത് കയറ്റി കേട്ടോ. ഇനി അത് റെഡി ആയതിന് ശേഷം മാത്രമേ ഇനി ചോറ് എല്ലാം വെച്ചാൽ, അതായത് ചോറ് തിളച്ചിരിക്കുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പുഴുക്ക് റെഡിയാക്കാൻ അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കും വിറക് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ബാക്ക് വശത്തൊക്കെ നിന്ന മരങ്ങളും ഒക്കെ ഞങ്ങൾ മുറിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ വിറക് ഈ ബാക്ക് വശത്തായിട്ട് കിടപ്പുണ്ട്. അത് നല്ലതുപോലെ ഉണങ്ങി കിടക്കുവാണ്. അപ്പം അതിൽ നിന്ന് ആവശ്യമനുസരിച്ച് എടുത്താണ് കത്തിക്കുന്നത്. അപ്പോൾ വിറകില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വിറക് ഇനി ശേഖരിക്കാമെന്ന് പറഞ്ഞ് ബാക്കിലോട്ട് വന്നേക്കുവാണ് കേട്ടോ. അതാ ഈ കാണുന്നതാണ് വിറക്. ഇവിടെ പാമ്പും ഒക്കെ കാണുമായിരിക്കും. എനിക്ക് ഇവിടെ വന്ന് വിറകെടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കാര്യം ഇതിനിടയ്ക്ക് പാമ്പൊക്കെ ഉള്ളതുപോലെ ഒരു ഫീല് ചിലപ്പോൾ തോന്നാറുണ്ട്. ബാക്കിയെല്ലാ വിറകും പിറക്കി ഞാൻ അപ്പുറത്തെ വശത്തുകൂടി ഇട്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൂടെ ഇടാൻ പറ്റും. ഇനി ഇതിൽ കുറച്ച് വലിയ വിറക് കണക്ക് തോന്നിയത് ഞാൻ വിചാരിച്ചു കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാമെന്ന്. അപ്പം അത് ഞാൻ ഇങ്ങനെ കയ്യിൽ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിൻ്റെ സൗണ്ട് അപ്പം ഞാൻ അത് കയ്യിൽ വലിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെയൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡേ ഇൻ മൈ ലൈഫിൽ വരുന്നത്. ഓക്കെ, ഞാൻ അപ്പോഴത്തേക്ക് വന്നപ്പോൾ വിറക് എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പുഴുക്കൊക്കെ ഏകദേശം റെഡി ആയിരിക്കുന്നു. അപ്പം ഞാൻ അതിനൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്, മുളക് ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ പുരയിടത്തിൽ തന്നെ കാന്താരി മുളക് കൊണ്ട് കേട്ടോ, ചെറിയ കാന്താരി മുളക്. അപ്പോൾ അത് പഴുത്തതുണ്ടെങ്കിൽ പറിക്കാമെന്ന് പറഞ്ഞ് വന്നാൽ നോക്കുവാണ്. വഴിയില്ലല്ലേ, ടാസ്ക് ചെയ്യാം. അതാ ഇതിൽ കുറേ മുളക് നിൽപ്പുണ്ട്. അപ്പം ഞാൻ അതെല്ലാം പറിച്ചെടുക്കാൻ നോക്കുവാണ്. എല്ലാം ഉണങ്ങിയാണ് നിൽക്കുന്നില്ലേ. ഇതെല്ലാം ഇവിടെ തന്നെ നട്ട് കൃഷി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ കൃഷി, വലിയ കൃഷിയൊന്നുമല്ല, ചെറിയ കൃഷി. ഇതൊക്കെ അമ്മയുടെ ചെറിയ ചെറിയ കൃഷിപ്പണികളാണ്. ഇതാ നമ്മുടെ പുളിഞ്ചിക്ക മരത്തിൽ പുളിഞ്ചിക്ക പിടിച്ചിട്ടുണ്ട്. ഇത്ര മുളക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന കുറേ ഉണ്ട മുളക്, ഇതെല്ലാം പഴുത്തതാ ഇങ്ങനെ പറിച്ച് വെച്ചിരിക്കുകയാണ്.
നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി, തിളച്ച് നല്ലതുപോലെ റെഡിയായി. സവാളയുടെ അരമുറി, പിന്നെ കുറച്ച് പുളി, ഞാൻ പറിച്ചു കൊണ്ടുവന്ന കുറച്ച് കാന്താരി മുളക്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം ഇട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡിയാകും. ഇതാണ് മുളക് ചമ്മന്തി. അപ്പോൾ ഈ എരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അമ്മയ്ക്കുള്ള പുഴുക്കും എനിക്ക് കുറച്ച് പുഴുക്കും പിന്നെ പഴഞ്ചോറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.